മൈമൂന, റുക്കിയ, ഖദീസ, മാളുമ്മ, സൈനബ, സക്കീന, നിങ്ങളെല്ലാവരും ഇപ്പോഴും പേരൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. ഒന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നാണ്. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്നെപ്പറ്റി ഏതൊരു മൂല്യൊരു കണകുണ വർത്താനം പറയാനുണ്ട്. മൂപ്പരെ നമുക്കൊരു പാഠം പഠിപ്പിച്ചണം. ഒന്ന് കേട്ട് ഇറങ്ങി പോയി എല്ലാവരും. നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം, എന്താ ഞാൻ വിച്ചുവിനോട് വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സാൻ കാലത്ത് കണ്ടില്ലേ, 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞി കിടക്കുന്ന ഇത്ര നല്ല രസമാണ് കിട്ടാനോ മക്കളെ. വന്നോളി മക്കളെ ഈ അവിടത്തേക്ക്, ഞങ്ങൾ വരുമ്പോലെ ഇനി ഞങ്ങൾ ഇവിടെ വരും. എന്തൊക്കെയാ ഉസ്താദ് ഒരു പാവപ്പെട്ട സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ പറയണത്? പ്രായമായ വല്യമ്മ 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിക്കണ്. വീട്ടിൽ ദിക്റും സലാത്തും ഒക്കെ ചൊല്ലിയിരിക്കേണ്ട പ്രായമായിട്ടുണ്ട്. അതാണ് ഇതാണ് എന്താ ഇതിൻ്റെ ആവശ്യം? ഏതായാലും നിങ്ങളെ പ്രായമൊന്നും ആ വല്യമ്മക്കായിട്ടില്ല. അതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ സാധു സ്ത്രീക്ക് 55 വയസ്സേ പ്രായമായിട്ടുള്ളൂ. നിങ്ങളാണ് വീട്ടിലിരുന്ന് ദിക്റും സലാത്തും ചെല്ലേണ്ടത്. വിഷയദാരിദ്ര്യം ഉണ്ട് എന്ന് കരുതി എന്തും വിളിച്ച് പറയരുത്. അത് മൊത്തത്തിൽ നമുക്ക് സമുദായത്തിനൊക്കെ ചീത്തപ്പേരുണ്ടാക്കും. ഒരു സാധു സ്ത്രീ നിങ്ങൾ പറഞ്ഞ പോലെയാണെങ്കിൽ 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു സാധു സ്ത്രീ തൻ്റെ കുടുംബം ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഇപ്പോൾ അതിനൊരാക്കം വന്ന് മക്കളോടൊപ്പം ഒരു യാത്ര ചെയ്തതിൽ എന്താ നിങ്ങൾ തെറ്റ് കാണുന്നത്? ആദ്യമായിട്ടൊരു ദൂരയാത്ര പോയ ആ ഒരു സന്തോഷം, മഞ്ഞ് കണ്ട സന്തോഷം തൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ അത് വിചാരിച്ചിട്ടുള്ളൂ. അതിന് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പൊന്നും അറിയൂല എന്നാണ് മകൾ തന്നെ പറയുന്നത്. അത്തരം ഒരു പാവപ്പെട്ട ഒരു നബീസുമ്മാനെ കുറിച്ച് നിങ്ങൾ ഒരു സ്റ്റേജ് കിട്ടിയപ്പോൾ വിഷയദാരിദ്ര്യം ഉണ്ടെങ്കിൽ എന്തും വിളിച്ച് പറയരുത്. ഭർത്താവ് മരിച്ചു പോയ കുറച്ച് പ്രായമായ സ്ത്രീകൾ യാത്ര ചെയ്യാനൊന്നും പാടില്ല എന്നുള്ള മതനിയമങ്ങൾ വല്ലതും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കതിനെക്കുറിച്ച് അറിവില്ല. അറിവുള്ളവർ പറഞ്ഞു തരണം. ഞാൻ ഏതായാലും ഈ ഒരു വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കാണുകയുണ്ടായി. ഭയങ്കരമായിട്ടുള്ളൊരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അത് കണ്ടപ്പോൾ വല്ലാത്തൊരു ആത്മസന്തോഷം തോന്നുകയുണ്ടായി. എന്തെന്ന് വെച്ചാൽ ഒരു സ്ത്രീ വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നൊരു സ്ത്രീ നാട് കണ്ടപ്പോഴുള്ള അല്ലെങ്കിൽ മഞ്ഞ് കണ്ടപ്പോഴുള്ള ഒരു സന്തോഷം ആ മുഖത്തുണ്ട്. അത് തൻ്റെ കൂട്ടുകാരെ അറിയിക്കുകയാണ് ആ ഒരു വീഡിയോയിലൂടെ അത് ലക്ഷ്യം വെക്കുന്നത്. തൻ്റെ കൂട്ടുകാരുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്തിട്ട് അവരുടെ സന്തോഷം അവർ ഷെയർ ചെയ്യുകയാണ്. കുറേ കാലത്തെ ജീവിത കഷ്ടപ്പാടുകളിൽ നിന്നും ഒന്ന് മാറി, പ്രാരാബ്ദങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ഒരു യാത്ര ചെയ്തപ്പോൾ അതിലുണ്ടായിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ഇനി ഉസ്താദിന് ചിലപ്പോൾ തെറ്റ് പറ്റിയതാവാം, ചിലപ്പോൾ അവർ ഒഴുക്കിന് പറഞ്ഞതാവാം. എന്തായാലും ഒഴിവാക്കാമായിരുന്ന ഒരു പരാമർശമായിരുന്നു അത്. നബീസുമ്മയോ പോലെയുള്ള സ്ത്രീകളോട്, നബീസുമ്മയോട് എനിക്ക് പറയാനുള്ളത്, കഴിയുമെങ്കിൽ യാത്ര ചെയ്യുക. യാത്രയിൽ നിന്ന് ഒരുപാട് അറിവുകളും ഒരുപാട് വിവരങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ നമുക്ക് നേടാനാവും. സന്തോഷം നേടാനാവും. ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് യാത്രയേക്കാൾ നല്ലൊരു മരുന്ന് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.